ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ 10 മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് സ്കിൻ ഡ്രൈനെസ് വരും. നോർമലി ജന്മന ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരുപാട് റീസൺസ് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാം. ഇപ്പൊ ജന്മന ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവരുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഇനഫ് സെബം പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഡ്രൈനെസ് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഭയങ്കര വിന്റർ സീസണിൽ നിൽക്കുകയാണെങ്കിൽ അത് കാരണം നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയും. അത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ നോർമൽ സ്കിന്നൊക്കെ ഉള്ള, അല്ല ഓയിലി സ്കിൻ ആണെങ്കിലും ചില പെർട്ടിക്കുലർ സ്പേസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ക്ലൈമറ്റിൽ നമ്മുടെ മുഖത്തൊക്കെ ഈ ഡ്രൈ ആയിട്ട് പൊരിഞ്ഞ് ഇളവാനുള്ള റീസൺ ഉണ്ടാവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്ന ടൈപ്പ്, അതായത് നമ്മുടെ പി എച്ച് ലെവൽ, ബോഡിക്ക് ഒരു പി എച്ച് ഉണ്ടാവും, നോർമൽ ബോഡി പി എച്ച് 4.5 to 5.5 പി എച്ച്. അതിൽ അല്ലാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ, പ്രൊഡക്ട്സുകൾ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ ഒരുമിച്ച് യൂസ് ചെയ്തുകൂടാത്ത സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന കാരണമൊക്കെ നമ്മുടെ സ്കിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആയ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് അത് കാരണം നമുക്ക് സ്കിൻ ഡ്രൈനെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത്. അപ്പൊ എങ്ങനെ സ്കിൻ ഡ്രൈ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിങ്ങളുടെ വാട്ടർ ലോസ് ഒന്നും ബോഡിയിൽ സ്കിന്നിൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത ടൈപ്പ് 10 മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് കുറെ എണ്ണം ഞാൻ എന്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആയപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള 1-2 ഉണ്ട്. അതല്ലാണ്ട് ഞാൻ തപ്പിയെടുത്ത ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അതിലൊന്നാമത്താണ് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ. ഇപ്പൊ എന്നെ നിങ്ങൾ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന 2 ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സ് ആണ്. പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന 2 മോയ്സ്ചറൈസേഴ്സ് ആണ് ഇത്. പിന്നെ ഒന്ന് അത് ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്, നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് എനിക്ക് ലൈക്ക് അവർ ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഞാൻ തന്നെ പേഴ്സണലി ഇതിന്റെ ഒരു 2-3 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിന്റർ സീസണിൽ, അതായത് നമ്മുടെ പുറത്ത് നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ തോന്നുന്ന സമയമില്ലേ, നമ്മുടെ സ്കിൻ ഡ്രൈ ആവും തോന്നുന്നത്, ആ സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഡ്രൈ സ്കിൻ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു മോയ്സ്ചറൈസർ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് തന്നെയാണ്. ഇതിനകത്ത് ഒരു 5 എസെൻഷ്യൽ സെറമൈഡ്സ് ഉണ്ട്. സെറമൈഡ്സ് നമ്മുടെ സ്കിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ഒരു ഫാറ്റി ആസിഡ് ആണ്. ഈ സെറമൈഡാണ് നമ്മുടെ സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിനകത്ത് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ, നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡ്സ് ആണ് ഈ സെറമൈഡ്സ്. അതുകൊണ്ടാണ് ഈ സെറമൈഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ബ്ലൂബെറി എക്സ്ട്രാക്ട് ആണ്. നമ്മുടെ സ്കിൻ ബാരിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലിപ്പിഡ്സ്, അതായത് നമ്മുടെ സെറമൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിനെയൊക്കെ എന്താ പറയുക, നമ്മുടെ ബാരിയറിലോട്ട് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ബ്ലൂബെറി എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും, അതായത് നിങ്ങൾക്ക് ലിറ്ററലി സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന റൈസ് വാട്ടർ ഉണ്ട്, അതായത് ജപ്പാനീസ് റൈസ് വാട്ടർ. ഈ ജപ്പാനീസ് റൈസ് വാട്ടർ എന്ന് പറയുന്നത് ഫെർമെന്റ് ചെയ്തിട്ടുള്ള റൈസ് വാട്ടർ ആണ്. അതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇത് ട്രഡീഷണൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് പ്രോപ്പർ സയന്റിഫിക്കലി ഈ ഒരു പ്രൊഡക്റ്റിൽ വരുമ്പോൾ അത് അത്രയും നമ്മുടെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ പി എച്ച് ആണ്. ഇപ്പം നിങ്ങൾ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പി എച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ സ്കിൻ നോർമൽ പി എച്ച്, അതായത് ഒരു പി എച്ച് 5-5.5 മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മോയ്സ്ചറൈസറിന്റെ പി എച്ച് അതാണ്. പിന്നെ കൂടാതെ തന്നെ ഇത് അത്രയും നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോമുല അല്ല. ഇതിപ്പോ പഴയ ബോട്ടിലാണ്, ഞാൻ ഇതിപ്പോ കാണിക്കാൻ വേണ്ടി തപ്പിയെടുത്ത് വെച്ചാണ്. കാരണം അധികം നോൺ സ്റ്റിക്കി ആയിട്ട് ഒരു ഫോമുല അല്ല ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രാഗ്രൻസ് ഇല്ല, കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയെങ്കിലോ നമ്മുടെ സ്കിൻ ഡ്രൈ ആണെങ്കിലോ നമ്മൾ മാക്സിമം ഫ്രാഗ്രൻസ് അവോയ്ഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫ്രാഗ്രൻസ് യൂസ് ചെയ്യും, ഈവൻ ദോ അത് അധികം നമ്മുടെ സ്കിന്നിന് കുഴപ്പമില്ലാത്ത ഫ്രാഗ്രൻസ് ആണെങ്കിലും ചില സമയത്ത് ഡ്രൈ സ്കിൻകാർക്ക് ഫ്രാഗ്രൻസ് ഇഷ്യൂ ആയിട്ട് വരും. അപ്പൊ ഇതിനകത്ത് വെച്ചാൽ തീരെ ഫ്രാഗ്രൻസ് ഇല്ല. പിന്നെ ഇത് നോൺ കോമിഡോജനിക് ആണ്. നിങ്ങളുടെ അത്യാവശ്യം ഒരു എക്സ്ട്രീംലി ഓയിലി സ്കിൻ അല്ലെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കോമ്പിനേഷൻ ആണ്, കുറെ അധികം ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യും. അതല്ലെങ്കിൽ നോർമൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് വരെ യൂസ് ചെയ്യാം.
കോമിഡോ നിങ്ങളുടെ പോസ്റ്റിനെ എന്ത് ക്ലോഗ് ആക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഓയിലി സ്കിൻകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കുറച്ച് തിക്ക് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫോമിലാണ്, ജെൽ ബേസ്ഡ് ഓയിൽ ബേസ്ഡ് ഫോമിലാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കെന്ന് വെച്ചാൽ ഡ്രൈ അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജ് അല്ലെങ്കിൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സെറമൈൻ മോയ്സ്ചറൈസർ ആണ്. രണ്ടാമത്തെ മോയ്സ്ചറൈസർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോട്ട് ആൻഡ് കീയുടെ കൂടെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു മോയ്സ്ചറൈസർ. അതാണ് നമ്മുടെ റിക്വലിന്റെ സെറമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ. ഇതിനകത്ത് 3 ഇൻഗ്രീഡിയന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് സെറമൈഡും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ മാംഗോ സീഡ് ബട്ടറും. ഇതിനകത്തുള്ള സെറമൈഡ്സ് എന്ന് പറഞ്ഞാൽ സെറമൈഡ് 3 എന്നാണ് അറിയപ്പെടുന്നത്. ഈ സെറമൈഡ് 3യുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന് ഔട്ടർ, അതായത് എൻവയോൺമെന്റിൽ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ ഒക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ടും സ്കിന്ന് അല്ലാതെ തന്നെ സ്കിന്നിൽ നിന്ന് വേറൊരു ടൈപ്പ് വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ സ്കിൻ ബാരിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ സെറമൈഡ് 3 അഥവാ സെറമൈഡ് NP നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈലറോണിക് ആസിഡ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും സപ്പിൾ ആയിട്ടും, പിന്നെ ഈ ഡ്രൈ സ്കിൻകാർക്കും ജനറലി വരുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഈസിലി വരും ഓയിലി കോമ്പിനേഷൻ സ്കിൻകാരെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസറിൽ എപ്പോഴും ഹൈലറോണിക് ആസിഡ് വേണം നമ്മൾ പറയുന്നത്. അപ്പം ഈ ഡോട്ട് ആൻഡ് കെ ആയാലും റിക്വലിലായാലും ഹൈലറോണിക് ആസിഡ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രൈ സ്കിൻകാർക്ക് ഉണ്ടാകുന്ന ആ ഒരു പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് പെട്ടെന്ന് ചുളിവൊക്കെ വരത്തില്ലേ, അതിനെയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത, ഇതിനകത്തുള്ള മാംഗോ സീഡ് ബട്ടർ ആണ്. ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ റെറ്റിനോളിന്റെ ഫോമിലല്ല വരുന്നത്. ഇതിനകത്തുള്ള വിറ്റാമിൻ ഒരു ആന്റി ഓക്സിഡന്റ് എന്നുള്ള രീതിയിൽ അതിൽ വിറ്റാമിൻസ് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിറ്റാമിൻ എ നമുക്കൊരു സ്കിന്നിന് വിറ്റാമിൻ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ ഒന്ന് യൂത്ത്ഫുൾ ആക്കി വെക്കാനായിട്ടും റീവൈറ്റ് ചെയ്യാനായിട്ടും സ്കിന്നിന്റെ ആ ഒരു എന്താ പറയുക സപ്പിൾ ഫോം ഒക്കെ സ്കിന്നിനെ ഒന്ന് കാം ചെയ്ത് ഡ്രൈ സ്കിന്നിന് ഉണ്ടാവുന്ന ആ ഒരു നമ്മൾ ഔട്ടറിൽ കാണുന്ന ഒരു പ്രശ്നങ്ങളില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ വിറ്റാമിൻ എയും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു റിക്വലിന്റെ മോയ്സ്ചറൈസർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി നോൺ കോമഡോയിച്ചാണ്. അതുകൊണ്ട് തന്നെ നോർമൽ സ്കിൻ ചില ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഇത് റിക്വലിന്റെ അത്രയും ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കി ഫോർമുലേഷൻ ആണ് ഇത്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു ഹെവിനെസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ആകുമ്പോൾ എനിക്ക് റിക്വൽ ഇട്ടാലും ഡോട്ട് ആൻഡ് കി ഇട്ടാലും ആ ഒരു ഹെവിനെസ് തോന്നിയിട്ടില്ല. ഈവൻ ടു എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് ഒരു വിന്റർ സീസണിലൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു എന്താ പറയുന്നത് ഒരു ഹെവിനെസ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. കാരണം ഞാൻ സ്കിൻ കെയർ ലെയർ ചെയ്യുന്ന ആളും കൂടെയാണ്. നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരുപാട് ടോണേഴ്സും സെറംസും ഒക്കെ യൂസ് ചെയ്യും. ടോണറും സെറംസും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും യൂസ് ചെയ്താലും എനിക്ക് സ്കിന്നിൽ ഹെവി ആയിട്ട് തോന്നിയിട്ടില്ല. എക്സ്പെഷ്യലി ഞാൻ നമ്മളിപ്പം AC-യിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഞാൻ ഈ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്ന ലോങ് ഡ്രൈവിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാറിനകത്ത് AC ഇടത്തില്ലേ, കാറിനകത്ത് AC ഇടുമ്പോൾ എന്റെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും ഈ കാറിൽ AC-യിൽ. അപ്പൊ ഞാൻ ആ സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ മോയ്സ്ചറൈസറാണ്. ട്രൈ ഔട്ട് ചെയ്യത്തില്ലേ പറഞ്ഞു തരാനായിട്ട്. അപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്ന വേറെ 2 മോയ്സ്ചറൈസർ അത് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ 2 മോയ്സ്ചറൈസർ ആയിരുന്നു ഫസ്റ്റ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മളിപ്പോ നമുക്ക് ഒരുപാട് ട്രൈ ഔട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ 2 മോയ്സ്ചറൈസർ ഞാൻ പിക്ക് ചെയ്തോണ്ട് ട്രൈ ഔട്ട് ചെയ്യാൻ നേരത്തെ വേറെ ട്രൈ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് പെട്ടെന്ന് പോയി നീ ഒരു മോയ്സ്ചറൈസർ പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡീഹൈഡ്രേഷൻ മാറ്റാനായിട്ട് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ആയിരിക്കും, അല്ലെങ്കിൽ റിക്വലിന്റെ മോയ്സ്ചറൈസർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ടോപ്പ് 2ൽ പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാളും വെയിറ്റ് കൂടി വലിയ വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഞാൻ ഇനി പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് 2 ടോപ്പിൽ വെക്കുന്നത്. ഇത് 2 കോമൺലി ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത ആൾക്കാർ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് സെറാവയുടെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിംഗ് ക്രീം. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻകാർക്ക് ഉള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ സാഷയിലെന്ന് ഞാൻ ഇങ്ങനെ സാഷയായിട്ട് സാമ്പിൾ പാക്ക് പിക്ക് ചെയ്തിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. കാരണം ബേസിക്കലി ഇത് എനിക്ക് ലോങ് പീരീഡിൽ അത്ര എമൗണ്ട് വാങ്ങിച്ചിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ടെസ്റ്റിംഗ് പാക്ക് ഒപ്പിച്ചിട്ടായിരുന്നു നോക്കിയത്. നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല, പ്രത്യേകിച്ച് നൈക്കയിലൊക്കെ. അങ്ങനെ എനിക്ക് 2-3 ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ആണ് ഇത് കാണിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത അങ്ങനെയാണ് ഞാൻ സെറാവിയെ പറ്റി നോക്കിയത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻകാർക്ക് ഇതിന് തിക്കി ആയിട്ടുള്ള ഫോർമുലേഷൻ അങ്ങനെയൊന്നും തോന്നാനായിട്ട് പോണില്ല. നിങ്ങൾക്ക് ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ആ ഒരു കാംനെസ്സിലെ നമുക്കിപ്പോ നമ്മൾ വരണ്ട സ്ഥലത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാംനെസ്സിലെ അതാണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഫീൽ ആവുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഇതെന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത്
ഓൾറെഡി ഞാൻ പറഞ്ഞ സെറമൈഡ്സും ഹൈൽഡ്രോണിക് ആസിഡ്സും ഉണ്ട്, അതൊരു കാര്യം. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിനകത്തൊരു പ്രത്യേകതരം ടെക്നോളജി സെറാവി തന്നെ കണ്ടുപിടിച്ചൊരു ടെക്നോളജി ഉണ്ട്. ഇതാണ് MEE, അതായത് മൾട്ടി വെസിക്കുലർ എമൽഷൻ ടെക്നോളജി. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു റൗണ്ട് ആയിട്ട് ഇത് നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റിംഗിൽ ഹൈഡ്രേഷൻ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു റൗണ്ട് സ്ഫിയർ ആയിട്ടാണ് ഈ ഒരു ടെക്നോളജി ഇരിക്കുന്നത്, ഈ ഒരു മോളിക്യൂൾസ് ഇരിക്കുന്നത്. പിന്നെ ഒരു ലെയറിൽ വെള്ളം, ഒരു ലെയറിൽ ഓയിൽ, അങ്ങനെ റോൾ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് 24 hour ഹൈഡ്രേഷൻ ലിറ്ററലി തരും. നമ്മൾ ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യത്തില്ലേ 24 hour, ആ 24 hour മാർക്കറ്റിംഗ് എനിക്ക് അല്ലാണ്ട് നമുക്ക് തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് സെറാവി. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ള ഫേസുകാർക്ക്, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണ് സംഭവം, സത്യമാണ്. പക്ഷെ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഡോട്ട്&ഗിയേക്കാളും റിക്വലിനേക്കാളും എഫക്റ്റീവ് ആണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതാണ് ഇതിന്റെ തേർഡ് ലിസ്റ്റിൽ വന്നത്. സോ അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന സെറമിഡ്സ് എന്ന് വെച്ചാൽ 1, 3 പിന്നെ 6, 2 അങ്ങനത്തെ 3 മോയ്സ്ചറൈസർ ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. സൂപ്പർ ആയിട്ട് നമ്മുടെ സ്കിൻ ബാരിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഔട്ടർ എൻവയോൺമെന്റൽ സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും, പിന്നെ നമുക്ക് ഈ ഡ്രൈ സ്കിൻകാർക്കാണെങ്കിലും എന്തായാലും നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാവുമല്ലോ സ്കിന്നിൽ, അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഡ്രൈ സ്കിൻകാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രശ്നമാണ് സ്കിന്നിൽ നിന്ന് വാട്ടർ ലോസ് ഉണ്ടാവുന്നത്. അത് തടഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. ആ പ്രശ്നം തടയാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ഹൈഫന്റെ ഈ ഒരു സെറമൈഡ് പില്ലോ ക്രീം. ഇതെന്ന് വെച്ചാൽ റിച്ച് പില്ലോ ക്രീം. ഇതെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി വാങ്ങിച്ചൊരു മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഇത് ലൈക്ക് ഈ വാങ്ങിയിട്ട് തന്നെ നമുക്കിപ്പോ ഇടുമ്പോ അറിയാലോ ഇതിന്റെ ഒരു ഇത് എന്ന് വെച്ചാല് ഇത് അധികം തിക്ക് അല്ല കൺസിസ്റ്റൻസി, കണ്ടോ? എന്നാൽ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിൽ ഹൈഡ്രേഷൻ തരും. ഇപ്പൊ ഡോട്ടാനിക്ക് നിങ്ങൾക്ക് ഒരു ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ട് പോയാൽ ഇതിനകത്ത് 10% ഹാർട്ട് ലീഫ് എക്സ്ട്രാക്ട് ആണ് ഉള്ളത്. ഹാർട്ട് ലീഫ് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നമ്മുടെ സ്കിന്നിന് കാമായിട്ടും നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് 7% സെറമൈഡ്സ് നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടർ ആണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ കീപ്പപ്പ് ചെയ്യാനായിട്ട്, സ്കിന്നിനെ ഹെൽത്തി ലുക്കിംഗ് ആക്കാനായിട്ട്, പിന്നെ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ എന്താ പറയുന്നത് ഹൈഡ്രയില് ഫ്ലോറയില് മൈക്രോ ഓർഗാനിസം അതിനെയൊക്കെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അധികം ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട്, പുറത്തുനിന്നുള്ള സ്കിൻ എന്താ പറയുന്നത് എൻവയോൺമെന്റൽ സ്ട്രെസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ഹൈഡ്രേറ്റിംഗ് ഫാക്ടറിലോട്ട് പോവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഇമോളിയന്റ് ഉണ്ട്, ഷിയ ബട്ടർ. ഷിയ ബട്ടർ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഇമോളിയന്റ് ആണ്. അതുകൂടാതെ വിറ്റാമിൻ B5 ഫോമിലും ഇതിനകത്ത് സ്കിൻ ഹൈഡ്രേഷൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് പിന്നെ ഒന്നും കൂടി ഉണ്ട്, ബീറ്റ ഗ്ലൂട്ടാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഡീപ്പ് ലെവലിൽ പോയി പെനിട്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾ ഇതും ഡോട്ടാങ്കിയും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാൻ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ഒരു ടോപ്പ് 10 ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ട്രിക്കോലിന്റെ സെക്ഷനിൽ നിന്ന് ഞാൻ ഇതും പിക്ക് ചെയ്യും. പിന്നെ പുതിയതായിട്ട് ഞാൻ ട്രൈ ഔട്ട് ചെയ്താൽ ഇതും പിക്ക് ചെയ്യും. ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന രണ്ട് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഫ്രാഗ്രൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഡോട്ടാനിക്ക് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഹൈഫന്റെ ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഡോട്ടാനിക്ക് ഇതാണ് ആ വ്യത്യാസം. ഇതെന്ന് വെച്ചാൽ കാരണം കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഡോട്ടാനിക്ക് വരുമ്പോഴത്തേക്ക് ഹൈഫൻ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റിലാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് എടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, കണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിൽ ഏത് എന്ന് ചോദിച്ചാൽ തിക്നെസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡോട്ടാനിക്ക് ഇപ്പം ലൈറ്റ് വെയിറ്റഡ് ആയിട്ട് രണ്ടും നോൺ സ്റ്റിക്കി ആണ്. എന്നാലും നമുക്കൊരു ഹെവിനെസ് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ വേണമെങ്കിൽ ഡോട്ടാനിക്കിൽ ഇട്ടോ. ഒരുപാട് ഹൈഡ്രേഷൻ വേണ്ട, എന്നാൽ നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഫന്റെ ഈ ഒരു ഫേസ് ക്രീം. അടുത്തതാണ് പ്ലമ്മിന്റെ ഈ ഓട്സ് ആൻഡ് സെറമൈഡ് ഫേസ് ബാരിയർ ലവിംഗ് ക്രീം. ഫേസ് അല്ല, ബാരിയർ ലവിംഗ് ഫേസ് ക്രീം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓട്സ് ഉണ്ട്, സെറമൈഡ്സ് ഉണ്ട്. സെറമൈഡ് ഇതിനകത്ത് ഒരു കോംപ്ലെക്സ് ആയിട്ടാണ് ഉള്ളത്, സെറമൈഡ് കോംപ്ലെക്സ്. അതായത് സെറമൈഡ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. 2:1:1 എന്നുള്ള ഒരു ഫോർമുലേഷനിലാണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിന്റെ ഓൾമോസ്റ്റ് സെയിം ഫോർമുലേഷൻ കോംപ്ലെക്സിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് വിറ്റാമിൻ ഇ ഉണ്ട്. വിറ്റാമിൻ സ്കിന്നെ നന്നായിട്ട് ആന്റി ഓക്സിഡന്റ് ആണ്, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
സ്കിന്നിൽ വരുന്ന റാഡിക്കൽ ഡാമേജസ്, അതായത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെന്റേഷൻ അത്രയും ലെവൽ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട്. സ്കിൻ ഹൈഡ്രേഷന് വേണ്ടി ഇതിനകത്ത് അലറ്റോണിൻ ഉണ്ട്. ഇത് രണ്ടും സൈഡായിട്ട് നിൽക്കും, അത്ര ഹെവി ആയിട്ട് നിൽക്കത്തില്ല. പക്ഷെ ഇതിനകത്തുള്ള ഓട്സ് എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സൂത്ത് ചെയ്യാനായിട്ട്, കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരേ ഒരു പ്രശ്നം എനിക്ക് ഇതിനകത്തുള്ളത് ഇതിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതിന്റെ തിക്നെസ് കാണിച്ചു തരാം. ഇപ്പൊ കാരണം നമ്മൾ കുറച്ചധികം തിക്നെസ് ആണ്. ഞാനിപ്പോ ഡോട്ട് ആൻഡ് കീയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഹൈഫനും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ചും കൂടെ തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ ഫ്രാഗ്രൻസും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും സെൻസിറ്റീവ് സ്കിൻകാർക്കോ ബാരിയർ ഡാമേജ് ഉള്ള ഡ്രൈ സ്കിൻകാർക്കോ റെക്കമെൻഡ് ചെയ്യത്തില്ല. സ്കിൻ കെയറിൽ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള ആളാണ്, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവത്തില്ല. ഇതിനകത്തുള്ള ഫ്രാഗ്രൻസ് സേഫ് ഫ്രാഗ്രൻസ് ആണ്. ഓവർ ദി ടൈം വർഷങ്ങളോളം കണ്ടിന്യൂസ്, ഒരു 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ മോയിസ്ചറൈസർ നമ്മൾ ഫോളോ ചെയ്താലേ സ്കിന്നിന് എന്തെങ്കിലും സെൻസിറ്റിവിറ്റിയുടെ തുടക്കമെങ്കിലും വരുള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാൻ സ്കിൻ കെയറിൽ അധികം ഫ്രാഗ്രൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, അത് അറിയാലോ. അപ്പൊ ഫോക്സ്റ്റൈലിന്റെ തന്നെ ഫ്രാഗ്രൻസ് ഉള്ള മോയിസ്ചറൈസറാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അത് പകുതിക്ക് എത്തുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. കാരണം ഒരുപാട് മോയിസ്ചറൈസേഴ്സ് മാറി യൂസ് ചെയ്യുന്ന ആളാണ്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് വൺസ് ഇൻ എ വൈൽ സ്കിൻ കെയറിൽ ഫ്രാഗ്രൻസ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് ഫ്രാഗ്രൻസ് ആകുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഈ ഒരു ഡ്രൈ സ്കിൻകാർക്ക് ഈ ഒരു മോയിസ്ചറൈസർ പിക്ക് ചെയ്യാം. എന്നാൽ ഇതുപോലെ ഫ്രാഗ്രൻസ് ഇല്ല നല്ലൊരു കോംപ്ലക്സ് മോയിസ്ചറൈസർ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് വേണം, പക്ഷെ സെയിം ലെവൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഡ്രൈ സ്കിൻകാർക്ക് വേണം. എന്നാൽ ബാരിയർ റിപ്പയർ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഫോർമുല റെക്സിന്റെ സെറമൈഡ് പെപ്റ്റൈഡ് മോയിസ്ചറൈസറിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ മോയിസ്ചറൈസറും നമ്മുടെ പ്ലമ്മിന്റെ മോയിസ്ചറൈസറും തമ്മിലുള്ള ബന്ധം എന്തെന്ന് വെച്ചാൽ രണ്ടിലും സെറമൈഡ് കോംപ്ലക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സെറമൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, കൊളസ്ട്രോൾസ്, ഇതാണ് നമ്മൾ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ബേസിക് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതുള്ള മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ബാരിയർ ഇന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുമല്ലോ, ഡെവലപ്മെന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഹെൽത്തി ലുക്കിംഗ് സ്കിൻ ബാരിയർ കിട്ടുകയും ചെയ്യും. കൂടാതെ തന്നെ ഇവർക്ക് പെപ്റ്റൈഡ്സ് ഉണ്ട്. നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും മാറാനായിട്ടും നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു എപ്പോഴും പറയാറുണ്ട് ഞാൻ. അപ്പൊ ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടി ഈ ഒരു മോയിസ്ചറൈസറിൽ വരും. പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എല്ലാത്തിലും ഒരെണ്ണത്തിൽ ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, ഒരെണ്ണത്തിൽ വിറ്റാമിൻ B5 ഉണ്ട്, അല്ലെങ്കിൽ വേറൊരെണ്ണത്തിലായിരിക്കും അലക്ടോൺ ഉള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ മോയിസ്ചറൈസറിൽ ഇത് മൂന്നും ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീപ്പായിട്ട് സ്കിന്നിൽ ഹൈഡ്രേഷനും കിട്ടും. ഫോർമുല റെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഫോർമുലേഷൻ അവർ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യും. സ്കിന്നിന് നന്നായിട്ട് അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു പെർട്ടിക്കുലർ മോയിസ്ചറൈസർ അല്ലാണ്ട് ഇവരുടെ കോമ്പിനേഷൻ സ്കിൻകാരുടെ മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പൊളി സാധനമാണ്. നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. ഇതും അതുപോലെ തന്നെ നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. എന്നാൽ ഇതിനകത്തുള്ള മോളിക്യൂൾസ് നമ്മുടെ സ്കിൻ ബാരിയറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നോൺ കോമിഡോജനിക്കാണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ അടുത്തൂടെ തന്നെ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ലിറ്ററലി സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി ഇവരുടെ ഫോർമുല റെക്സിന് ഈ ഒരു മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഇന്ന് വരെയും ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഫോർമുല റെക്സ് ഇതുവരെ വൈറലായിട്ടില്ല. കാരണം അവരുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഒരുപാട് പേര് ഉപയോഗിച്ചും കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും അവരുടെ റെറ്റിനോൾ സിറം ഞാൻ പറയാൻ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബിഗിനർ ആണ്, 23 ഇയേഴ്സിന് എബോവ് ആണ്, നിങ്ങൾക്ക് റെറ്റിനോൾ സിറം ട്രൈ നോക്കണമെങ്കിൽ ഫോർമുല റെക്സ് റെറ്റിനോൾ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതാണ് മിനിമലിസ്റ്റിന്റെ ഡ്രൈ സ്കിൻ മോയിസ്ചറൈസർ. ഇതിനകത്ത് മെറുല്ല ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസർ ആണ്. ഇതുവരെ ഞാൻ പറഞ്ഞതിലെല്ലാം സെറമൈഡ്സും അല്ലാത്ത സാധനമാണ്. പക്ഷെ ഒരു ഓയിൽ ബേസ്ഡ് ഫോമിലുള്ള ഒരു മോയിസ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയിസ്ചറൈസർ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് 10% മെറുല്ല ഓയിൽ ഉണ്ട്. മെറുല്ല ഓയിൽ എന്തുകൊണ്ടാണ് ഡ്രൈ സ്കിൻകാർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു മോയിസ്ചറൈസർ വിത്ത് ഓയിൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയിസ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രോണിക് ആസിഡ് നല്ല ഹ്യൂമെക്റ്റന്റ് ആണ്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞു സ്കിൻ ഹൈഡ്രേഷൻ ഹെൽപ്പ്. ഹ്യൂമെക്റ്റന്റ് ആവുന്ന ഹൈഡ്രോണിക് ആസിഡ്, എല്ലാ ഹൈഡ്രോണിക് ആസിഡും ഹ്യൂമെക്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓയിൽ ബേസ്ഡുള്ള ആ ഒരു ഹൈഡ്രേഷനും കിട്ടും. പിന്നെ ഹ്യൂമെക്റ്റന്റിന്റെ ഫോമിൽ നമുക്ക് ഹൈഡ്രേഷൻ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നിന്നുണ്ടാകുന്ന വാട്ടർ ലോസിനെയും തടയും, പുറത്തു നിന്നുള്ള വെള്ളത്തിനെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഹൈഡ്രോണിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെയും കമ്പയർ ചെയ്യും കുറച്ച് ഹൈ കോൺസെൻട്രേഷനിൽ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ നമുക്ക് ലിറ്ററലി റാഡിക്കൽ ഡാമേജുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതായത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെന്റേഷൻ പോലെയുള്ള ഡാമേജുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് ഒരു മോയിസ്ചറൈസർ വേണം. നിങ്ങൾ പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ വേറെ സിറംസിലൊക്കെ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ബേസിക് ഡ്രൈ സ്കിൻ
ബേസിക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മിനിമലിസ്റ്റിന്റെ മെറുല ഓയിൽ മോയ്സ്ചറൈസർ. ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ല, നോൺ ഗ്രീസി ആണ്, നോൺ കൊമഡോജനിക് അല്ല. ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, നോർമൽ സ്കിൻകാർക്കും പറ്റത്തില്ല. ഡ്രൈ ടു എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഡെഫിനറ്റ്ലി നോട്ട് നോർമൽ ഫോർ നോർമൽ ആൻഡ് ഓയിലി സ്കിൻ. കാരണം നിങ്ങൾ നോർമൽ സ്കിൻ ആണെങ്കിലോ അല്ലെങ്കിൽ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എക്സ്ട്രീംലി ഓയിലി വരുന്നതായിട്ടും സ്കിൻ ഡൾനെസ് വരുന്നതായിട്ട് തോന്നും. പക്ഷെ ഡ്രൈ സ്കിൻകാർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിൽ സൂപ്പർ ഹൈഡ്രേഷൻ നിൽക്കുന്നതായിട്ടും തോന്നും. അതാണ് നമ്മൾ സ്കിൻ മോയ്സ്ചറൈസർ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ആവും നമ്മൾ പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ഫോക്സ്ടെയിലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഷോർട്സിൽ എന്തോ. അപ്പൊ ഈ മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് മാത്രമാണ്. ഓയിലി നോർമൽ സ്കിൻകാര്, കോമ്പിനേഷൻ സ്കിൻകാര്, ആക്നെ പ്രോൺ സ്കിൻകാർ ഇതിൽ നിന്ന് അകന്ന് നിൽക്കുക. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഡെഫിനറ്റ്ലി ഇതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, അറിയാലോ. അപ്പൊ ഫ്രാഗ്രൻസ് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് മാറി നിൽക്കാം പറ്റുന്നൊരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് സെറമൈഡ് കോംപ്ലക്സ് ആണ്. അതായത് നമ്മുടെ നാച്ചുറൽ സ്കിൻ ബാരിയറിനെ ഗിമിക്ക് ചെയ്തിട്ട് ആണ് ഇവർ ഈ മോയ്സ്ചറൈസറിലെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ബാരിയർ വരികയും നാച്ചുറൽ ബാരിയർ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അത് കാരണം സ്കിന്നിൽ നിന്നുണ്ടാവുന്ന മോയ്സ് ലോസ് നമുക്ക് തടയാനും പറ്റും. പിന്നെ അടുത്തത് ഇതിനകത്തല്ലേന്ന് വെച്ചാൽ ഹൈൽഡ്രോണിക് ആസിഡ് വേറൊരു ഫോമിലാണ്, സോഡിയം ഹൈലൈറ്റ് ക്രോസ് പോളിമർ എന്നുള്ള ഫോമിലാണ്. മറ്റുള്ള ഹൈൽഡ്രോണിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി സ്കിന്നിൽ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ട് പെനിട്രേറ്റ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ഞാൻ ഇതുവരെ ഒന്നിലും പറയാത്ത ഒലിവ് ഓയിൽ ആണ്. ഒലിവ് ഓയിൽ ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്, റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ഇപ്പൊ നിങ്ങൾ ഒലിവ് ഓയിൽസ് ബേസിക്കലി മുഖത്ത് തേക്കുന്ന ആൾക്കാർക്കറിയാം നമ്മുടെ സ്കിന്നിന് ഈ ഡ്രൈ സ്കിൻകാർ ചില ആൾക്കാർ നൈറ്റിൽ ഒലിവ് ഓയിൽ ഫേസിൽ തേക്കാറുണ്ട്. ഒരു ഫേഷ്യൽ ഓയിൽ ആയിട്ട് തേക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ടെക്സ്ചർ തരും, സ്കിന്നിന് ഈവൻ ടോൺ അങ്ങനെയൊക്കെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒലിവ് ഓയിൽ. പക്ഷെ ഇത് കൊമഡോജനിക് റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു നോർമൽ ഓയിലി ആഗ്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്തില്ല. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിലോ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള ഫ്രാഗ്രൻസ് പ്ലമ്മിനെ പോലെ അത്രയും മൂക്കി കയറ്റുന്ന ഫ്രാഗ്രൻസ് അല്ലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടമല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ഫോക്സ്ടെയിലിൽ നിന്ന് ഈ ഒരു മോയ്സ്ചറൈസർ. ഈ പറഞ്ഞ എല്ലാ മോയ്സ്ചറൈസേഴ്സിനും വെറൈറ്റി ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ബയോഡെർമ അറ്റോഡം ഇന്റൻസീവ് ബോമ. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സെറമൈഡും ഹൈഡ്രോണിക് ആസിഡും ഒക്കെ പറഞ്ഞത് ഇതിനകത്ത് എല്ലാം ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് ഒന്നാമത്തേന്ന് വെച്ചാൽ ഇതിനകത്ത് ലിപ്പിജീനിയം ടെക്നോളജിയാണ് ഇവരെടുത്തേക്കുന്നത്. അതായത് നമ്മുടെ സ്കിന്നിനകത്ത് ഒരു ലിപ്പിഡ്സ് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിലുള്ള ആ ലിപ്പിഡിനെ മിമിക് ചെയ്യുന്ന ഒരു ഫോർമുലേഷൻ ആണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് പ്രത്യേകിച്ച് നമ്മൾ എപ്പിഡെർമിസ് സ്കിൻ ബാരിയർ കാണപ്പെടുന്ന എപ്പിഡെർമിസിലാണ്. ഈ എപ്പിഡെർമിസിലുള്ള ലിപ്പിഡ്സിനെ തന്നെ ഇവർ കോപ്പി ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇന്റൻസ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഇവർ യൂസ് ചെയ്തേക്കുന്നത് ഒരു DAF എന്നാണ്. അതായത് നമ്മുടെ സ്കിന്നിനകത്ത് എക്സ്റ്റേണൽ ഫാക്ടറിന് എന്തെങ്കിലും ഒരു അഗ്രവേഷൻ വരുമ്പോഴത്തേക്ക്, അതായത് കാറ്റോ വിൻഡോ സൺലൈറ്റോ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ത്രെഷോൾഡ് സ്കിന്നിന്റെ ഇപ്പൊ നോർമൽ ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ത്രെഷോൾഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഇപ്പം ഒരു ക്യാരംസ് നമുക്ക് തട്ടാൻ ഒരു സ്പീഡ് വേണമല്ലോ, ആ സ്പീഡ് പൗഡർ ഇടുമ്പോൾ ഒന്നും കൂടെ കൂടില്ലേ, അതുപോലെയാണ് ഇത് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണൽ സ്ട്രെസ്സിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള ആ ഒരു ബലത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ബേസിക് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നകത്തുള്ള എല്ലാ നാച്ചുറൽ ഫാക്ടറിനെയും ഇതൊന്നും കൂടെ എൻഹാൻസ് ചെയ്യും. അതാണ് ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റൻസ് ആയിട്ടൊരു സൂത്തിങ് എഫക്ട് നമ്മുടെ സ്കിന്നിൽ ഫീൽ ആവും. ഇന്റൻസ് ആയിട്ട് തന്നെ നമുക്ക് ആ സൂത്തിങ് എഫക്ട് കിട്ടും. പിന്നെ ഇത് അധികം ഇപ്പൊ ഞാൻ ഇതുവരെ കാണിച്ചാൽ തിക്കാണെങ്കിലും അധികം ഒരു ഗ്രീസി ഫോർമുലേഷൻ ഇവർ നമുക്ക് തരുന്നില്ല. ഇടുമ്പോൾ ലിറ്ററലി നമുക്കൊരു ഹൈഡ്രേഷൻ ആണ് ഇവർ തരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് കാം ചെയ്യാനും സൂത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ഡ്രൈ ഫ്ലെയർ ഔട്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറാവി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കാം. ഞാൻ അവരുടെ ലോങ് ബോട്ടിൽ തന്നെ വാങ്ങിക്കണമെന്നില്ല, ഒരു നോർമൽ ബോട്ടിൽ തന്നെ. ഇത് തന്നെ ഒരു ബോട്ടിൽ 600 എന്തോ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് വാങ്ങിച്ചത്, റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ സൈഡ് എല്ലാത്തിന്റെ റേറ്റ് കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക. ട്രൈ ചെയ്യണം നിങ്ങൾ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിന്നിൽ ഒരു ഡ്രൈനെസ് ഉണ്ട്, നിങ്ങൾക്ക് സ്കിൻ ഫ്ലെയർ ഔട്ട്സ് ഒക്കെ വരുന്നുണ്ട്, പൊരിന്ന് തൊലിയൊക്കെ പൊരിഞ്ഞിളവുന്നുണ്ടെങ്കിൽ, ഒരു ഇന്റൻസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സ്കിന്നിൽ വെള്ളം പോലും തട്ടാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ മോയ്സ്ചറൈസറും വിട്ടിട്ട് നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ പിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. അടുത്താണ്
എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡെർമറ്റോളജിസ്റ്റ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഡോക്ടർ വി. അവരും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്കിൻ കെയർ ബ്രാൻഡായ ഡെർമക്കോയും കൂടെ ചേർത്തിരിക്കുക ഈ ഒരു മോയ്സ്ചറൈസർ, ഡോക്ടർ വി എന്നാണ് അവരുടെ പേര്. ഡോക്ടർ വിയും ഡെർമക്കോയും കൂടെ ചേർന്നിട്ട് ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്നാണ് അവരുടെ സ്കിൻ റിവ്യൂ ബൈ ഡോക്ടർ വി. ഇവരുടെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ വൺ ഓഫ് ദി ബെസ്റ്റ് മോയ്സ്ചറൈസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ ഈ ഡോക്ടറുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും സ്കിൻ ഓഫ് കളർ അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഡോക്ടറാണ്. അപ്പൊ ഇവരുണ്ടാക്കുന്ന എല്ലാ സാധനവും നമ്മുടെ സ്കിൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ, ആഫ്രിക്കൻ സ്കിൻ, ഇവർക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി ഇപ്പം എന്തെങ്കിലും സ്കിൻ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുമെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസും ഈ ഡോക്ടറിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാവാനായിട്ട് പോകില്ല. സോ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിനകത്ത് സെറമൈഡ്സ്, പെപ്റ്റൈഡ്സും, സെന്റല ഏഷ്യാറ്റിക് ഉണ്ട്, പിന്നെ നയാസിനമൈഡ്, ഹൈഡ്രോണിക് ആസിഡ്, അങ്ങനെ ഇതൊക്കെ ലാസ്റ്റിലാണ് വരുന്നത്. പക്ഷെ ഇതിനകത്തുള്ള മെയിൻ 3 ഇൻഗ്രീഡിയന്റ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ആദ്യത്തെ 3-4 ഇൻഗ്രീഡിയൻസിനെ പറ്റിയാണല്ലോ ബാക്കിയെല്ലാം മോയ്സ്ചറൈസറിലും പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ സെറമൈഡ്സും, പെപ്റ്റൈഡ്സും, സെന്റല ഏഷ്യാറ്റിക്. സെറമൈഡ്സ് നമുക്കറിയാം സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും സ്കിൻ ബാരിയർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാനും അത് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നല്ലതായിട്ട് ഉള്ള സാധനമാണ് സെറമൈഡ്സ്. പെപ്റ്റൈഡ്സിലോട്ട് വരുമ്പോൾ നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് തടയാനായിട്ട്, സ്കിന്നിന് ഫേർനെസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സെന്ററിലെ ഏഷ്യാറ്റിക്കയിലോട്ട് വരുമ്പം ഇത് നമ്മുടെ സ്കിന്നിന് സ്മൂത്ത് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് ഡ്രൈനെസ് കാരണം എന്തെങ്കിലും വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ, പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഫേം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽവെറ്റി ടെക്സ്ചർ ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പോ ഒരു മോയ്സ്ചറൈസർ വേണം, നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് റെറ്റിനോളിന്റെ അടിയിലോ റെറ്റിനോളിന്റെ മുകളിലോ അതല്ലെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡിനൊക്കെ ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് അങ്ങനെ നമ്മുടെ സ്കിൻ ബാരിയറിനെ വീണ്ടും ഇറിറ്റേറ്റ് ആക്കുന്ന ഒരു സാധനമില്ല. 100% ഫ്രാഗ്രൻസ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഞാൻ നേരത്തെ ഒരു വെൽവെറ്റി ടെക്സ്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻകാർക്ക് ഓവറായിട്ട് ഓയിൽനെസ്സും ഫീൽ ചെയ്യത്തില്ല, അതുപോലെ ഡ്രൈനെസ്സും ഫീൽ ചെയ്യത്തില്ല, ഹെവിനെസ്സും സ്റ്റിക്കിനെസ്സും ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പോണില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ ഡ്രൈ സ്കിൻകാർക്കുള്ള 10 മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. ഓയിലി സ്കിൻകാർക്കുള്ള നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് ഞാൻ ഐക്കാർഡ് കൊടുക്കാൻ കണ്ടു നോക്കുക. ഈ വീഡിയോയിലുള്ള എല്ലാ മോയ്സ്ചറൈസേഴ്സും ഞാൻ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നെ ഫേസിലൊക്കെ ഇട്ട് നോക്കിയിട്ടുള്ളതാണ്. ഈവൻ എൻ്റെത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ പോലും നമുക്ക് അറിയാലോ ഇടുമ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസുകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന ഓയിലി സ്കിൻകാർ തീരെ യൂസ് ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഫോർമുലേഷന്റെ ബേസിൽ നോക്കുമ്പോൾ ഇതെല്ലാം സൂപ്പർ ആയിട്ടുള്ള നന്നായിട്ട് നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ഒക്കെ മാറ്റാനായിട്ട്, ഡ്രൈ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇനി പെർട്ടിക്കുലർലി വേറെ ഏതെങ്കിലുമൊക്കെ മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്കിൻ ടൈപ്പിന് ആക്നെ പ്രോണോ അതല്ലെങ്കിൽ നോർമൽ സ്കിൻ, അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും സൺസ്ക്രീൻ റെക്കമെൻഡേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.